ഹലോ നമസ്കാരം. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഇപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ നടക്കും എന്നറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന ചാമുകളിൽ ഒന്ന് ചൂസ് ചെയ്യുക. നിങ്ങൾ ആദ്യത്തെ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ജൂപ്പിറ്റർ റെട്രോഗ്രേഡ് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ജൂപ്പിറ്റർ റെട്രോഗ്രേഡ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ആ ടൈം ഫ്രെയിം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നവംബർ 11, 2025 തൊട്ട് മാർച്ച് 11, 2026 വരെ ഒരു റെട്രോഗ്രേഡ് നടക്കുന്നുണ്ട്. പിന്നെ ആ ടൈമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് വരാം. ഇനി എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ നെക്സ്റ്റ് ജൂപ്പിറ്റർ റെട്രോഗ്രേഡ് എന്ന് പറയുന്നത് ഡിസംബർ 13, 2026 തൊട്ട് ഏപ്രിൽ 13, 2027 വരെയാണ്. അപ്പോൾ ഈ രണ്ട് ടൈം ഫ്രെയിമും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ പറയുന്ന ടൈം ഫ്രെയിമിലാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കാനുള്ള സാധ്യത കൂടുതൽ. നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയം, അത്രയും സമയം നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠങ്ങളെക്കുറിച്ച്, നിങ്ങൾ റിലീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെ ഒന്ന് വിശകലനം ചെയ്യാൻ പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വന്ന വ്യത്യാസങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശകലനം ചെയ്യാനാണ് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു. നിങ്ങൾ രണ്ടാമത്തെ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കാൻ സാധ്യതയുണ്ട്? ദിസ് വീക്ക് എന്നാണ് പറയുന്നത്, ഈ ആഴ്ച. ഓക്കെ, അപ്പോൾ ഇനിയുള്ള 7 ദിവസത്തിനുള്ളിൽ ഈ ഒരു കാര്യം നടക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പേ അറ്റൻഷൻ ടു ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള അവസരങ്ങളെ കുറിച്ച് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അത് നടക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ നടത്തിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ഈ ഒരു ആഴ്ചയിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം തന്നെ നടക്കുന്നതാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കാൻ പറയുന്നുണ്ട് ഈ ഒരു ആഴ്ച. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.